അങ്ങനെ ഒരു പുതിയ ആൾ വന്നു. പുതിയ ആളെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഇവൻ ഞങ്ങളിവിടെ വന്ന കാലത്തുള്ളതാണ്. അവൻ്റെ മുഖം കണ്ടോ, എന്ത് തടിയാണ്. അവൻ്റെ പേര് മിന്നു കണ്ടൻ എന്നാണ് ഇവിടുത്തെ കുട്ടികൾ എന്നോട് പറഞ്ഞു. പെൺപൂച്ചയാണെന്ന് വിചാരിച്ചിട്ട് മിന്നു എന്ന് പേരിട്ടു. പിന്നെ നോക്കിയപ്പോൾ ആൺപൂച്ചയാണ്. അപ്പം അങ്ങനെ മിന്നു കണ്ടൻ എന്നാക്കിയ പേര് എന്ന് പറഞ്ഞു. ഇവൻ കണ്ടോ, ഇവൻ ഒരു പരിക്കുകളോ അപകടങ്ങളോ ഒന്നും പറ്റില്ല കേട്ടോ. ഈ നാട്ടിലെ എല്ലാ ആൺപൂച്ചകളെയും ഇവനാണ് കടിച്ച് ഓടിക്കണത്. നേരത്തെയുള്ള എൻ്റെ കുഞ്ചുവിനെ കടിച്ച് കാലൊക്കെ മുറിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവനെ പേടിച്ചിട്ട് അവൻ കുറേ നാൾ ഇവിടുന്ന് താമസം മാറി പോയിട്ടുണ്ട്. പിന്നെ തിരിച്ചു വന്നു. ഇപ്പോൾ ഇവിടുത്തെ ആൺപൂച്ചകളൊക്കെ പോയതുകൊണ്ട് അവൻ വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ. അവൻ അവിടെ അറ്റത്ത് ആ വശത്തൊക്കെയാണ് താമസം. അവിടെ ഓരോ വീടുകളിൽ നടന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. പക്ഷെ അവനൊരു ക്ഷീണം അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വരണ അമ്മപ്പൂച്ചയ്ക്ക് വെച്ച് കൊടുത്ത ഭക്ഷണം അവൾ ബാക്കി വെച്ചിട്ട് പോയി. അവളുടെ മക്കൾക്ക് എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് ബാക്കിയുള്ളത് അവിടെ വെച്ചേക്കാം, മീന്തലയൊക്കെ കൊണ്ടുപോയി. അപ്പോൾ അവൻ വന്ന് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. അത് കണ്ട് രണ്ടുപേരോട് ഇരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടില്ല. കുഞ്ഞിപ്പെണ്ണിന് അവനെ വലിയ പേടിയാട്ടോ. കുഞ്ഞിപ്പെണ്ണ് ഇതാ ഇവിടെ പതുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഇവിടുത്തെ രാജാവ് ഇവനായിരിക്കും. കാരണം ആൺപൂച്ചകളില്ലല്ലോ. അവനെന്നെ പേടിയാണ്, പോവാണ് കേട്ടോ. കാരണം ഇവന് നേരത്തെ കുഞ്ചുവിനെ കടിക്കാൻ വരുമ്പോൾ ഇവനെ ഞാൻ എപ്പോഴും ഓടിക്കും. ഇവിടുന്ന് ഉപദ്രവിക്കൊന്നുമില്ല, ഓടിക്കും. ഭക്ഷണമൊക്കെ കൊടുക്കും ദൂരെ എവിടെയെങ്കിലും വെച്ചിട്ട്. പക്ഷെ എന്താ പറയുക, ഗുണ്ടയാണ്, പക്കാ ഗുണ്ട. അതുകൊണ്ട് എനിക്ക് ഇവനെ അത്ര ഇഷ്ടമില്ല. എന്നാലും ഭക്ഷണം ഞാൻ കൊടുക്കാറുണ്ട്.